സ്മാർട്ട് ക്യൂസ് ഒപിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ക്യൂസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 30 ചോദ്യങ്ങളാണ്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. ബഷീറിന്റെ ജന്മനാട് ഏതാണ്? തലയോലപ്പറമ്പ്, വൈക്കം. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5, അദ്ദേഹത്തിന്റെ ചരമദിനം. കുട്ടിക്കാലത്ത് ബഷീറിനെ വീട്ടുകാർ വിളിച്ചിരുന്ന പേരെന്താണ്? കൊച്ചു മുഹമ്മദ്. 4. ബഷീർ എഴുതിയ ഒരേയൊരു ബാല്യകാല സാഹിത്യകൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. 5. ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ചത് ആര്? എം.ടി. വാസുദേവൻ നായർ. 6. മജീദും സുഹറയും ഏത് കഥയിലെ കഥാപാത്രങ്ങളാണ്? ബാല്യകാലസഖി. എന്റുപ്പാപ്പക്കൊരാനയുണ്ടാർന്ന് എന്ന പുസ്തകം എഴുതിയത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. 8. ബഷീറിന്റെ വീട്ടിലെ ആട് എന്തെല്ലാമാണ് തിന്നിരുന്നത്? പുസ്തകങ്ങളും പേപ്പറുകളും ഉടുപ്പുകളും. 9. വെളിച്ചത്തിനെന്തൊരു വെളിച്ചം എന്ന പ്രശസ്തമായ വരി ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. 10. ബഷീറിന്റെ ഏത് പുസ്തകത്തിലാണ് മൂക്കൻ എന്ന കഥാപാത്രമുള്ളത്? വിശ്വവിഖ്യാതമായ മൂക്ക്. 11. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ബഷീറിനെ അടച്ച ജയിൽ ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിൽ. മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമയായ ബാഗർ വി നിലയം ബഷീറിന്റെ ഏത് കഥയെ ആസ്പദമാക്കിയുള്ളതാണ്? നീലവെളിച്ചം. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന പ്രശസ്ത കഥാപാത്രം ബഷീറിന്റെ എന്തെല്ലാം കഥകളിലാണ് വരുന്നത്? ആനവാരിയും പൊൻകുരിശും. സ്ഥലത്തെ പ്രധാന ദിവ്യൻ. ബഷീർ കോഴിക്കോട് താമസിച്ചിരുന്ന വീടിന്റെ പേര് എന്താണ്? വൈലാലിൽ വീട്, ബേപ്പൂർ. ബഷീർ ജനിച്ചതും അന്തരിച്ചതുമായ വർഷങ്ങൾ ഏവ? ജനനം 1908, മരണം 1994. ബഷീറിന്റെ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ട നോവൽ ഏതാണ്? പ്രേമലേഖനം. കേശവൻ നായരും സാറാമ്മയും ഏത് ബഷീർ കൃതിയിലെ കഥാപാത്രങ്ങളാണ്? പ്രേമലേഖനം. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷം ഏത്? 1970. ബഷീർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തു നിന്നും നടത്തിയ പത്രത്തിന്റെ പേര്? ഉജ്ജീവനം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കൃതി ഏതാണ്? യാ ഇലാഹി. ബഷീറിന് ഭാരത സർക്കാർ പത്മശ്രീ ബഹുമതി നൽകിയ ആദരിച്ച വർഷം എന്ന്? 1982. 22. ഏത് വിദേശ രാജ്യത്തെ സർവകലാശാലയാണ് ബാല്യകാലസഖി പാഠപുസ്തകമാക്കിയത്? ടെക്സസ് സർവകലാശാല, അമേരിക്ക. മതിലുകൾ എന്ന നോവൽ സിനിമയാക്കിയ പ്രശസ്ത സംവിധായകൻ ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീർ എഴുതിയ ഒരേയൊരു നാടകത്തിന്റെ പേര് എന്താണ്? കഥാബീജം. ബഷീറിന്റെ കഥകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത പ്രശസ്ത പ്രൊഫസർ ആര്?
പ്രൊഫസർ R.E. ആഷർ സിനിമാ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള ചലച്ചിത്രം എന്ന ഖ്യാതിയുള്ള ബഷീർ തിരക്കഥ എഴുതിയ സിനിമ ഏതാണ്? ഭാർഗവീ നിലയം 1964. ബഷീർ എറണാകുളത്ത് ആരംഭിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര് എന്തായിരുന്നു? സർക്കിൾ ബുക്ക് സ്റ്റാൾ. കാട്ടിലെ മൃഗങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഷീർ എഴുതിയ പ്രശസ്തമായ നോവലൈറ്റ് ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? എന്റുപ്പാപ്പക്കൊരാനുണ്ടാർന്ന്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന പ്രശസ്ത നോവലിന് അവതാരിക എഴുതിയ മലയാളി സാഹിത്യകാരൻ ആരാണ്? പൊൻകുന്നം വർക്കി. ശ്രദ്ധിക്കുക, ഈ നോവലിൻ്റെ മുഖവുരയിൽ ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രശസ്ത നിരൂപകൻ കുട്ടിക്കൃഷ്ണൻ മാരാരും ഇതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്.